കണ്ണൂരിൽ രാഷ്ട്രീയ പോരാട്ടത്തിനിറങ്ങുന്ന സി പി എമ്മിന് കാലിടറുന്നതിന് പിന്നിൽ ആന്തൂർ ഷാജൻ്റെ ആത്മാവ് കൂടിയുണ്ട്. 2019 ജൂൺ 18 പുതിയ തെരുവിലെ വീട്ടിൽ ഷാജൻ ആത്മഹത്യ ചെയ്യുന്നത്. ഇത് ആന്തൂർ നഗരസഭയിൽ അദ്ദേഹം നിർമ്മിച്ച പാർത്ത കൺവെൻഷൻ സെൻറ്ററിന് ലൈസൻസ് നൽകിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ വീട്ടുമുറിയിൽ നിന്ന് ലഭിച്ച ഈ ആത്മഹത്യക്കുറിപ്പിൽ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നു, ഈ വികസന വിരുദ്ധരെന്നെ തോൽപ്പിച്ചിരിക്കുന്നു, പ്രവാസി കാലത്ത് സമ്പാദിച്ച പൈസ മുഴുവൻ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നു തുടങ്ങിയ രീതിയിൽ വളരെ ദുഃഖിപ്പിക്കുന്ന അത്രയും വലിയ ഒരു ആത്മഹത്യക്കുറിപ്പായിരുന്നു അത്. അന്ന് നഗരസഭ അധ്യക്ഷയായിരുന്ന ശ്യാമള, PK ശ്യാമള, ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ, തളിപ്പറമ്പ് മത്സരിക്കുന്നു. സ്വതന്ത്രനായിട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TK ഗോവിന്ദൻ കോൺഗ്രസ് പിന്തുണയോടുകൂടിയുമുണ്ട്. അപ്പം അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയൊരു കോളിളക്കമുണ്ടല്ലോ, അത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ വലിയ ചരിത്രം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ CPMൻ്റെ മുഴുവൻ ശക്തിയും സംഘടനാ സംവിധാനവും വലിയ നേതാക്കളടക്കം ശ്യാമളയെ ജയിപ്പിച്ചേ തീരൂ എന്ന അടിസ്ഥാനത്തിൽ അവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ TK ഗോവിന്ദൻ വന്നിട്ട് പറയുന്ന ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് എൻ്റെ പക്കൽ ചില രഹസ്യങ്ങളുണ്ട്. അതായത് ഗോവിന്ദൻ മാഷും പാർട്ടിയും ഒക്കെയായി ബന്ധപ്പെട്ടിട്ട് ചില ഉപചാപക സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ രഹസ്യം ഞാൻ പൊട്ടിക്കും, അതെ, വീട് കേന്ദ്രീകരിച്ചും പാർട്ടിയൊക്കെ കേന്ദ്രീകരിച്ചിട്ടു. ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടറിയാണ്, അപ്പോൾ പാർട്ടി തന്നെയാണല്ലോ. അപ്പം വലിയൊരു ഉപചാപക സംഘം ഉണ്ടെന്നാണ് പറയുന്നത്. ആരാണ് ഈ ഉപചാപക സംഘം? നമ്മൾ പറയുമ്പോൾ ഈ PK ശ്യാമള ഒരു 2 ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കാവുന്ന 2 പേരുടെ വധത്തിന് കേസെടുക്കേണ്ടതായിരുന്നു. ഇതിൽ ആത്മഹത്യ ചെയ്യാൻ പറ്റിയത് ആന്തൂർ ഷാജന് മാത്രമായിരുന്നു. ആന്തൂർ ഷാജൻ്റെ കൊലപാതകത്തെക്കാൾ ക്രൂരമായിട്ട് ഇവർ വീണ്ടും പെരുമാറി. അതായത് ആന്തൂർ ഷാജൻ ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം പാർട്ടിയോ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൻ്റെ പ്രശ്നമോ മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള പ്രശ്നമല്ല എന്നും, മറിച്ച് ഈ ആന്തൂർ ഷാജൻ്റെ ഭാര്യയുടെ ജീവിതത്തിലെ നടപടി ദോഷം മറ്റ് പരപുരുഷന്മാരായിട്ടുള്ള അവിഹിത ബന്ധത്തിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് വ്യാപകമായി ഇവർ പ്രചരിപ്പിച്ചു. ഇവരുടെ സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചു. അതായത് അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ പലരും സർക്കാസ്റ്റിക്കായിട്ട് കമൻറ്റ് പറയുന്നത്, ഇവിടെ വോട്ടല്ല ചോദിക്കുന്നത്, തളിപ്പറമ്പ് ചുണ്ണാമ്പ ചോദിക്കുന്നവർ. പിന്നെ തിരുവിതാംകൂർ കാലത്തൊക്കെ ചുണ്ണാമ്പ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ രാത്രി കാലത്ത് യക്ഷികൾ ഇറങ്ങി കിടന്ന് ചുണ്ണാമ്പ് ചോദിക്കുന്നവർ, മനുഷ്യനെ കൊല്ലാൻ വേണ്ടി. അപ്പോൾ 2 പേരുടെ കൊലപാതകത്തിന്, ഷാജൻ്റെ കൊലപാതകം നടക്കുന്നു, ഭാര്യ ആത്മഹത്യ ചെയ്ത് അവർ പിടിച്ചിരുന്നു. അതിനു മുമ്പ് അവരൊരു കത്തെഴുതി, ഞാനും എൻ്റെ മക്കളും ഇനി ഇത് തുടർന്നാൽ ഞങ്ങളും ആത്മഹത്യ ചെയ്യും, ഷാജൻ്റെ വഴി ഞങ്ങളും പോകും എന്നവർ കത്തെഴുതി. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ച സ്ത്രീയെ പിടിച്ചാണ് വനിതാ നേതാവെന്ന് പറഞ്ഞ് MV ഗോവിന്ദൻ്റെ ഭാര്യയാകൊണ്ട് നിൽക്കാൻ പാടില്ലെന്നൊന്നും പറയുന്നില്ല, ആരും പറയുന്നില്ല, നിൽക്കുകയോ മത്സരിക്കുകയോ എന്ത് വേണേൽ ചെയ്തു. പക്ഷെ വനിതാ നേതാവെന്ന് പറഞ്ഞ് തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് സത്യമായ കാര്യങ്ങൾ അറിയാവുന്ന 1-2 പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു, സീനിയർ പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്, ആന്തൂർ ഷാജൻ എങ്ങനെയാണ് മരിച്ചത് എന്ന് കൃത്യമായിട്ട് അറിയാവുന്നു. അതിനെപ്പറ്റി ന്യായമായ അന്വേഷണം നടക്കുന്ന ഉറപ്പ് പാർട്ടി കൊടുത്തു. ആർക്ക് കൊടുത്തു? ഈ P ജയരാജൻ ഉൾപ്പെടെ TK ഗോവിന്ദൻ, P ജയരാജൻ ഭീരുവിനെപ്പോലെ മാറി നടക്കുകയാണ്. TK ഗോവിന്ദൻ ഉൾപ്പെടെ ഉള്ളവർക്ക് കത്ത് കൊടുത്തു. നടപടി ഉണ്ടാകുമെന്ന് ഇവർ ഉറച്ചു വിശ്വസിച്ചു. ആ നടപടി ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, പകരം തങ്ങളുടെ നാളത്തെ MLA ആയിട്ട് തങ്ങളുടെ തലയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാൻ വരുന്നത് മുമ്പേ പറഞ്ഞ ചുണ്ണാമ്പ് ചോദിക്കുന്ന സ്ത്രീയെയാണോ എന്നൊരു സംശയം വന്നു. അതുപോലെ ക്രൂരമായിട്ടാണ് അവർ പെരുമാറുക. അവരുടെ ക്രൂര കയറണമെങ്കിൽ ഇപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് അതിനെ നിഷേധിക്കുകയാണ്. ആരാ ഗോവിന്ദൻ? ആരാ? കേരളത്തിലെ പാർട്ടി നമ്പർ 1 ആണ് അല്ലേ? കേരളത്തിലെ CPMൻ്റെ പിണറായി വിജയനേക്കാൾ ഉയർന്ന പോസ്റ്റിലാണ് ഇരിക്കുന്നത് ഗോവിന്ദൻ. അപ്പോൾ ഗോവിന്ദൻ്റെ നാട്ടിൽ ഗോവിന്ദൻ്റെ ഭാര്യ മുനിസിപ്പൽ ചെയർമാനായ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ മനഃപൂർവ്വമുള്ള കൃത്യവിലോപമോ കാശിന് വേണ്ടിയുള്ള കൃത്യവിലോപമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ എന്താണെങ്കിലും, ആ ഷാജൻ വിദേശത്ത് നിന്ന് വന്ന പ്രവാസി വ്യവസായി മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സമ്പാദ്യങ്ങൾ മുഴുവൻ തീർന്നു. കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി സമ്പാദിച്ച പൈസ മുഴുവൻ തീർന്നു.
ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത മാർഗ്ഗം. അപ്പോൾ ഇവർ അവസാനം തീർത്ത് പറഞ്ഞു, ഞാനിവിടെ ചെയർമാനായിരിക്കുമ്പോൾ കൊടുക്കില്ല, ഇത് കൊടുക്കില്ല എന്ന് തീർത്ത് പറഞ്ഞു. ആ ഒരു ഡയലോഗ് കേട്ടപ്പോൾ, ആ അവസാനത്തെ ഫൈനൽ വേർഡ് കേട്ടപ്പം സാജൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇവർ ചെയർമാനായിരിക്കുന്ന അല്ലെ ഇവരുടെ ചുറ്റുവട്ടത്തുള്ള ഭൂമിയിൽ ഞാൻ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർക്ക് ജന്മം കൊടുത്ത ഭൂമി അത്രയ്ക്ക് മാത്രം പങ്കിലമാണ് എന്ന് ബോധ്യം വന്നിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് തന്നെ വിടവാങ്ങാൻ ആര് തീരുമാനിച്ചത്? CPM നിലവിൽ പ്രചരണം നടത്തുന്നത് എന്താ? വികസനം, ഞങ്ങൾ ഈ ഇത്രയും വർഷം കൊണ്ട് വലിയ വികസനം നമ്മൾ മുമ്പോട്ട് നടത്തി. അപ്പോൾ വികസനത്തിനാണ് വോട്ട് തരുമെന്നാണ് അടിസ്ഥാനപരമായിട്ട് ചോദിക്കുന്നത്. നമുക്കറിയാം, ആന്തൂർ സാജൻ മരണപ്പെട്ടത് ഈ വികസന വിരുദ്ധർ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ കാരണം ഈ ശ്യാമള ടീച്ചർ നഗരസഭ അധ്യക്ഷയായിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ലൈസൻസ് കൊടുത്തില്ല. അവർ പറഞ്ഞത്, താങ്കളിപ്പം സൂചിപ്പിച്ച പോലെ ഞാൻ ഈ സീറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ആ ലൈസൻസ് ഞാൻ കൊടുക്കില്ല. അതിൽ മനംനൊന്ന് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ അന്ന് ഈ തളിപ്പറമ്പ് പ്രദേശത്തൊക്കെ വലിയ പ്രതിഷേധങ്ങളായിരുന്നു ആളുകളുടെ മനസ്സിൽ ഈ ശ്യാമള ടീച്ചർക്കെതിരെ ഉണ്ടായത്. അപ്പോൾ അവിടെ വലിയ പൊതുയോഗങ്ങളൊക്കെ ഇതിനെ ഒന്ന് ആളുകളുടെ മനസ്സിനെ ഒന്ന് ശമിപ്പിക്കാനായിട്ട് നടത്തുന്നു. അവിടെ TK ഗോവിന്ദൻ, അതേപോലെ ജയരാജൻ, 2 ജയരാജന്മാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് അന്വേഷണം നടക്കും, ഇതിന് പിന്നിലുള്ള ആളെ ആത്മഹത്യയാണെങ്കിൽ കൊണ്ടുവരുന്നൊക്കെയാണ്. പക്ഷേ ക്ലീൻ ചിറ്റാണ് ശ്യാമളയ്ക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത്. വളരെ ക്ലീൻ ചിറ്റ്, ഇവരല്ല ഇതിന് പിന്നിൽ. എന്നാൽ ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള പല കാരണങ്ങളാണ് അതിൽ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിരിക്കുമല്ലോ നമുക്ക് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിൽ, അതും പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത് ആരാണ്? ആ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്നൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ലാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം, അതുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധേയമായിട്ട് വരുന്നത്, എൻ്റെ പക്കൽ പല രഹസ്യങ്ങളും ഉണ്ട് MV ഗോവിന്ദനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അത് ഞാൻ പുറത്തു വിടുന്നതാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, TK ഗോവിന്ദൻ. ഇത് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? TK ഗോവിന്ദൻ ഈ പ്രസ്താവന ഇറക്കി കഴിഞ്ഞ്, അല്ലെങ്കിൽ കുഞ്ഞുകൃഷ്ണൻ മറ്റേ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൻ്റെ പിരിവിൻ്റെ കണക്ക് പറഞ്ഞ് ആദ്യ രംഗത്ത് വരുമ്പോൾ ചില പ്രതിഷേധങ്ങളൊക്കെ CPMൻ്റെ ഇടത്തരം നേതാക്കളിൽ നിന്നുണ്ടായി. കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാജേഷിൻ്റെ ഇങ്ങനെ ഉണ്ടായി. പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ TK ഗോവിന്ദൻ ഇത് പറഞ്ഞിട്ട് ദിവസങ്ങളൊക്കെയായി. ഏത് പാർട്ടിയുടെ ഉന്നതനായ നേതാവിൻ്റെ അടുത്ത് നിന്ന് കാര്യമായ ഒരു ന്യായീകരണം ശ്യാമളെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നത്? ശ്യാമള ശരിയാണെന്ന് ഏറ്റവും കൂടുതൽ കോമാളിത്തരം പറഞ്ഞ തോമസ് ഐസക്ക് പോലും പറഞ്ഞിട്ടുണ്ട്. തോമസ് ഐസക്ക് പോലും ശ്യാമളെ പറഞ്ഞാൽ കോമാളിത്തരം, എന്നാൽ പോലും ശ്യാമളെ ന്യായീകരിക്കാൻ വന്നില്ല. ഏത് പാർട്ടിയുടെ ഉന്നത P ജയരാജൻ വന്നിട്ടുണ്ടോ ന്യായീകരിക്കാൻ? പക്ഷേ ഇവിടെ EP ജയരാജൻ വരാൻ കാരണം EP ജയരാജൻ്റെ അവിടുത്തെ ആ ഓഡിറ്റോറിയം അവിടെ പണിയാതിരിക്കുക എന്നുള്ള ആവശ്യം EP ജയരാജൻ്റെ അന്നത്തെ പത്രവാർത്തകളുണ്ട്. EP ജയരാജൻ മറ്റൊരു ഓഡിറ്റോറിയം സ്വല്പം അകലെ പണിയുന്നുണ്ട്. 2 ഓഡിറ്റോറിയങ്ങളോ അത്രയ്ക്കുള്ള പോപ്പുലേഷനോ ചിലവ് ഓഡിറ്റോറിയങ്ങളിൽ ചിലവായി അതിൻ്റെ ബുക്കിംഗ് വരികയില്ല. അപ്പോൾ തൻ്റെ ഓഡിറ്റോറിയം നന്നായിട്ടിരിക്കണം, അതിന് ബിസിനസ് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ ഇതിന് ലൈസൻസ് കൊടുക്കാതിരുന്നുള്ള വേറൊരു പ്രശ്നമുണ്ട്. ഇത് രണ്ടും EP ജയരാജൻ ഇവർക്ക് ബന്ധപ്പെട്ട പാർട്ടിയുടെ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത മന്ത്രിയായിരുന്നു EP ജയരാജൻ. ഏറ്റവും വിശ്വസ്തനായിരുന്നു, വ്യവസായ മന്ത്രിയായിരുന്നു. ആ EP ജയരാജൻ്റെ താല്പര്യപ്രകാരമാണ് ഇവിടെ നടന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ EP ജയരാജനും MV ഗോവിന്ദനും അല്ലാതെ ഇത് ന്യായീകരിക്കാൻ ആര് വരും? പിണറായി വിജയൻ പോലും പരസ്യമായിട്ട് വരും തോന്നില്ല. പിണറായി വിജയൻ പോലും ഗോവിന്ദനെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി പിണറായി വിജയൻ ചിലപ്പോൾ പറയും, അല്ലെങ്കിൽ പിണറായിയും പറയുകയില്ല. ഇപ്പോൾ പിണറായിക്ക് ഗോവിന്ദന് ആവശ്യമുണ്ട്. നാളെ ഇലക്ഷൻ കഴിയുന്നതുവരെ ഈ സിറ്റുവേഷൻ തുടരും. ഇലക്ഷൻ കഴിഞ്ഞാൽ ഉറപ്പിച്ചു, ഇലക്ഷൻ കഴിഞ്ഞാൽ ഇത്തരം ചിന്തകളുള്ള, അല്ലെ ഇത്തരം അനുഭവങ്ങൾ, ചിന്തകളെന്ന് പറയണ്ട, അനുഭവങ്ങളുള്ള ധാരാളം സഖാക്കളുണ്ട്. പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായവർ, കൊടുത്തവരുടെ സ്വന്തക്കാർ നമ്മുടെ സുധാകരൻ സ്വന്തം അനിയൻ പാർട്ടിക്ക് വേണ്ടി ബലിയേടായതാണ്. അങ്ങനെയുള്ളവരെല്ലാം കാത്തിരിക്കുകയാണ്, തക്കം പാത്തിരിക്കുകയാണ് MV ഗോവിന്ദനെയും പിണറായി വിജയനെയൊക്കെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് അവർ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആ ശിക്ഷാവിധി എന്തുമാത്രം കഠിനമാകുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. TK ഗോവിന്ദൻ പറയുന്നത്, ഞാൻ ശ്യാമളക്കെതിരെ രംഗത്ത് വന്നിട്ട് പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ വലിയ രീതിയിൽ ന്യായീകരിക്കാനോ പിന്തുണയ്ക്കാനോ ഞാൻ നിന്നില്ല. അന്ന് മുതൽ ഇവരെൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം അത് പറഞ്ഞു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ശ്യാമളയെ തന്നെ അവിടെ നിർത്തണം എന്നൊരു പിടിവാശി, അല്ലെങ്കിൽ ആ നാട്ടിലെ പല രഹസ്യങ്ങളും പുറത്തേക്ക് പോകും. അത് ഡയറക്റ്റ് ചെന്നെത്തുന്നത് ഗോവിന്ദൻ മാഷിലേക്കും മറ്റ് വിഷയങ്ങളിലേക്കും ആയിരിക്കും. ഗോവിന്ദൻ മാഷ് ചെന്നാൽ പിണറായി വിജയനിലേക്ക് ചെല്ലും. ഗോവിന്ദൻ മാസ്റ്ററിൽ ഒരു ആരോപണം എത്തിക്കഴിഞ്ഞാൽ തോട്ടന്മാരെ കണ്ട് പിന്നെ എത്തുന്ന പിണറായി വിജയൻ. ഇവരെല്ലാം കൂട്ടുകച്ചവടമല്ലേ?
ആ കൂട്ടുകച്ചവടത്തിലെ പങ്കാളികളാണ്. ഒരാളെ പിടിച്ചാലോ എല്ലാവരെയും പിടിക്കും. ഇപ്പോൾ ഗോവിന്ദനെ രക്ഷിക്കുക എന്നുള്ള ആളുടെ ആവശ്യം, പിണറായിയുടെ ആവശ്യം. പിണറായിയുടെ പല രഹസ്യങ്ങളും ആർക്കറിയാം? ഗോവിന്ദനറിയാം. ഇതിങ്ങനെ ചെയിൻ പോലെ പോവുകയാണ് പരസ്പരം. ഇ പി ജയരാജനെ പല പ്രാവശ്യം മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയിട്ട് വരെ ഇപ്പോഴും ഇ പി ജയരാജൻ സ്ട്രോങ് മാനായിട്ട് തുടരുകയാണ്. ആര്? പാർട്ടിയിൽ. എം വി ജയരാജൻ കുറേശ്ശെ പുറകോട്ട് എം വി ജയരാജനെ മാറ്റിക്കൊണ്ടിരിപ്പുണ്ട്. അത് അങ്ങേർക്ക് മനസ്സിലാകുന്നില്ല, പാവം. അങ്ങേരെയും തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് മറ്റൊരു ആസ്ഥാന വിധവ എന്ന് പറഞ്ഞ് കളിയാക്കിയുണ്ട് തോമസ് ഐസക് ഭാഷയിൽ. ആരെന്നറിയോ? നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ കെ കെ രമയുടെ ഒരു പ്രസ്താവനയുണ്ട്. ബദൽ വേണമെങ്കിൽ ഇടതുപക്ഷ ബദൽ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടി വരും. പണ്ട് ടി പി ചന്ദ്രശേഖരൻ വടകര ഉണ്ടായിരുന്നത് ഇന്ന് എങ്ങോട്ടൊക്കെ മാറി. ആലപ്പുഴ സുധാകരൻ വന്നു, പയ്യന്നൂർ മധുസൂദനെതിരായിട്ട് കുഞ്ഞികൃഷ്ണൻ വന്നു. അങ്ങനെ പല കോണുകളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുകയാണ്. ഏറ്റുമാനൂർ സുരേഷ് കുറുപ്പിൻ്റെ നിലപാട് ഏത് സമയത്തും പുറത്തു വരാം. എങ്ങനെ വരുമെന്നറിയത്തില്ല. എന്നാൽ പോലും വേണോ വേണ്ട അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ സൈലൻ്റായിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ നാളെ ഉണ്ടാക്കാൻ പോകുന്ന, മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ശിഥിലീകരണം എത്രമാത്രം ശക്തം. പകരം ലീഡർഷിപ്പ് കൊടുക്കാൻ ആളുണ്ടോ? പണ്ടായിരുന്നു അച്യുതാനന്ദനുണ്ടായിരുന്നു. എത്ര തകർച്ച വന്നാലും ജനങ്ങളെ കൂട്ടത്തിൽ പിടിച്ചു നിർത്താൻ ഇന്ന് അച്യുതാനന്ദനൊപ്പം നിൽക്കാൻ പറ്റുന്ന ഏത് നേതാവുണ്ട്? ഇവിടെ നെയ്യാറ്റിൻകര പ്രസംഗിക്കാനും പിണറായി വേണം, തൃശ്ശൂർ പ്രസംഗിക്കാൻ പിണറായി വേണം, കാസർഗോഡ് പ്രസംഗിക്കാൻ തിരിച്ചും പിണറായി മാത്രമേ ഉള്ളൂ നേതാവ്. ഇപ്പോൾ വേറെ ആരും ഇല്ലാത്ത അവസ്ഥയിലായി തകർന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുടല കത്തിക്കാൻ പോകുന്ന സിമ്പലായിട്ട് ശ്യാമളയുടെ ഇഷ്യൂ മാറും എന്ന് തന്നെ വിചാരിക്കും.